Hello students, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ആണ് പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഓക്കെ, ഇതിപ്പോൾ വരുന്നത് നിങ്ങളുടെ 4th സെമിസ്റ്ററിലായിരിക്കും ആൻഡ് ഫോർ ദ ഡിപ്പാർട്ട്മെന്റ്സ് മെക്കാനിക്കൽ ആൻഡ് സിവിൽ. ഓക്കെ, സോ അണ്ടർ KTU 2019 സ്കീമിൽ നമുക്ക് 5 മൊഡ്യൂൾസാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡ് മൊഡ്യൂളിൽ അതിൻ്റെ കറസ്പോണ്ടിങ് കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്. തേർഡ് മൊഡ്യൂളിൽ നിങ്ങൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിനെ പറ്റിയൊക്കെ പഠിക്കും. 4th-ലും 5th-ലും നിങ്ങൾ 4 and 5 മൊഡ്യൂൾസിൽ നമ്മൾ അബൌട്ട് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് യുവർ സിലബസ്. നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോഡ്യൂൾ 1-ലായിരിക്കും. സോ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അബൌട്ട് ദിസ് മോഡ്യൂൾ 1 ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ഈ പറയുന്ന പ്രോബബിലിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ നിന്ന് എന്താണ് ഞാൻ ഈ പറയുന്ന റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണ്, പിന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് നമ്മൾ രണ്ടെണ്ണം പഠിക്കും. ഇവിടെ നമ്മൾ ബൈനോമിയലും പഠിക്കും, പോയിസോൺസും പഠിക്കും. അങ്ങനെ 2 ഡിസ്ട്രിബ്യൂഷനെ പറ്റി പഠിക്കും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ റാൻഡം വേരിയബിൾസ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ റാൻഡം വേരിയബിൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ട് നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ലൈക്ക് മീൻ എന്താണ്, എക്സ്പെക്ടേഷൻ, PDF, CDF അങ്ങനെ കുറച്ച് പാരാമീറ്റേഴ്സ് പഠിക്കും. ഓക്കെ, അത് പഠിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് യൂണിവേഴ്സിറ്റിക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നമ്മളോട് വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കിയിട്ട് നമ്മൾ പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതിൻ്റെയും ബൈനോമിയലിൻ്റെയും പോയിസോണിൻ്റെയും മീനിൻ്റെയും വേരിയൻസിൻ്റെയും ഡെറിവേഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡിറൈവ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ചോദിക്കും 7 മാർക്സിന്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിക്കും, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബ്ലംസ് നോക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് കവർ ചെയ്യാൻ പോകുന്നത്, ഈ മോഡ്യൂൾ 1-ൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ സറൗണ്ടിങ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ആക്ച്വലി എൻകൗണ്ടർ ചെയ്യും. ലൈക്ക് സപ്പോസ് ഞാനൊരു ബോക്സിൻ്റെ അകത്ത് കുറേ മുട്ടായിട്ടേക്കാണ്. ഓക്കെ, ആൻഡ് അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? കൗണ്ടബിൾ ആണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ക്യാൻ യു കൗണ്ട് ദ നമ്പർ ഓഫ് സ്വീറ്റ്സ് ഇൻ ദിസ് ബോക്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ് യു ക്യാൻ. ആൻഡ് നിങ്ങൾക്ക് ഒരു ക്രിസ്പ് വാല്യൂ പറയാൻ പറ്റും, അല്ലെ 10 സ്വീറ്റ്സ് അല്ലെങ്കിൽ 12 സ്വീറ്റ്സ് എന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോൾ അല്ല ഞാൻ പറയുകയാണ്, നിങ്ങൾ ചോദിക്കുകയാണ് ഇന്ന് മഴ പെയ്യൂ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ഒരു ആൻസർ ലൈക്ക് യെസ് ഇറ്റ് വിൽ ബി റെയിനിങ് അല്ലെങ്കിൽ നോ എന്ന് ഒരു ക്രിസ്പായിട്ട് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താണ്, ആ ഒരു ഞാനിപ്പോൾ പറഞ്ഞ കേസ് പറയുമ്പോൾ ഇറ്റ് ഇസ് റാൻഡം, അല്ലേ, അതൊരു റാൻഡം ക്വസ്റ്റ്യൻ ആണ്, അതെങ്ങനെയാണെങ്കിലും ആവാം. അപ്പോൾ ആ കേസസിൽ അതാ പറഞ്ഞാൽ നമ്മൾ ചുറ്റും കാണുന്ന സമയത്ത് നമ്മുടെ സറൗണ്ടിങ്സിൽ വിൽ ബി എൻകൗണ്ടറിങ് വിത്ത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്. പക്ഷെ എല്ലാത്തിലും എനിക്കൊരു സ്പെസിഫിക് ഒരു ക്രിസ്പായിട്ടുള്ള വാല്യൂ ഒരു ആൻസർ പറയാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ലൈക്ക് കൗണ്ടിങ് ദ നമ്പർ ഓഫ് സ്വീറ്റ്സ് ഇൻ എ ബോക്സ് ഓർ ടെല്ലിംഗ് വെദർ ഇറ്റ് വിൽ ബി റെയിനിങ് ഓർ നോട്ട്, ഇതൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സർട്ടൺ ഈവൻറ്റ്സ് ആർ റാൻഡം ഇൻ നേച്ചർ, അല്ലേ നമുക്ക് പറയാം സർട്ടൺ ഈവൻറ്റ്സിൽ റാൻഡംനെസ് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ അൺസർട്ടൺ ആയിട്ടുള്ള ചില ഈവൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഒരു കറസ്പോണ്ടിങ് വാല്യൂ വെച്ച് എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. വിൽ ബി ഗെസ്സിങ് ദ ആൻസർ. നമുക്ക് കറക്റ്റായിട്ടൊരു ക്രിസ്പ് വാല്യൂ പറയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വി ഗെസ് ഫോർ ദി ആൻസർ. അവിടെയാണ് ആര് വരുന്നത്, ഈ പറയുന്ന പ്രോബബിലിറ്റി വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഈവന്റ് പറയുകയാണെ, പ്രോബബിലിറ്റി ദാറ്റ് ദ സൺ വിൽ റൈസ് ഇൻ ദി ഈസ്റ്റ്. എന്തായാലും നടക്കുന്ന കാര്യമാണ്, സൺ വിൽ റൈസ് ഇൻ ദി ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദി വെസ്റ്റ്, അല്ലേ. അപ്പോൾ ആ ഒരു പ്രോബബിലിറ്റിയുടെ വാല്യൂ എനിക്ക് 1 എന്ന് പറഞ്ഞൂടെ. പ്രോബബിലിറ്റി ദാറ്റ് ദ സൺ വിൽ റൈസ് ഇൻ ദി ഈസ്റ്റ് എന്ന് പറയുന്നത് വി ക്യാൻ ഗിവ് ഇറ്റ് എ വാല്യൂ ഓഫ് 1 മാക്സിമം വാല്യൂ. സിമിലർലി പ്രോബബിലിറ്റി ദാറ്റ് ദ സൺ വിൽ റൈസ് ഇൻ ദി വെസ്റ്റ് എന്ന് പറയാണ്, നടക്കുന്ന കേസാണോ? അല്ല. ഓക്കെ, വി നോ ദാറ്റ് ഇറ്റ് ഇസ് റോങ് ആൻസർ. സോ ഡെഫിനറ്റ്ലി എനിക്ക് 0 എന്നൊരു വാല്യൂ പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ ബോക്സിൽ നിന്ന് സ്വീറ്റ് പിക്കപ്പ് ചെയ്യുന്ന കേസ്, അതുപോലത്തെ രണ്ട് ഈവൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും 1 ആണോ 0 ആണോ. അപ്പോൾ അവിടെ നമുക്ക് എപ്പോഴാണ് പ്രോബിലിറ്റി വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് പ്രോബിലിറ്റി വിൽ ഇറ്റ് റെയിൻ, മഴ വരും ഇല്ലെന്ന് പറയണം. അപ്പോൾ അതിൻ്റെ വാല്യൂ ഞാൻ പറയാണ് ദർ ഇസ് എ 50% ചാൻസ് ദാറ്റ് ഇറ്റ് വിൽ ബി റെയിനിങ്. മനസ്സിലായോ? ഒരു ഡെഫിനറ്റ് ആൻസർ പറയാണ്ട് ഞാൻ ഒരു ചാൻസ് പറയാണ്. 50% എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും, 50 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു എന്താണ് 0.5. സോ ദിസ് ഇസ് എ പ്രോബിലിറ്റി വാല്യൂ. മനസ്സിലായോ? പ്രോബിലിറ്റി വരുന്നത് when the events are uncertain അല്ലെങ്കിൽ when there exists a randomness. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഒരു എക്സ്പെരിമെൻറ്റ്, വാട്ട് ആർ എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ സാധാരണ ചെയ്യുന്നത് ലാബിലൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. സോ എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ഗെറ്റിംഗ് സം ഔട്ട്കംസ്, അല്ലെ. വി എക്സ്പെക്ട് സം ഔട്ട്കംസ് ഇൻ ദ കേസ് ഓഫ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ,
ആൻഡ് ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പർട്ടിക്കുലർ എൻവയോൺമെൻറ്റിൽ ഞാനൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു, കുറച്ച് ഔട്ട്കമും കിട്ടി. ഇനി ഈ സെയിം എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഞാൻ വേറെ ഒരു ഐഡൻറ്റിക്കൽ സിറ്റുവേഷനിൽ കൊണ്ട് വെച്ചാലും, മനസ്സിലായി, വേറൊരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കുകയാണ്, ഐഡൻറ്റിക്കൽ സിറ്റുവേഷൻസ് ഒക്കെയാണ്, അങ്ങനെ ആയാലും ആ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഷുഡ് ബി പ്രൊഡ്യൂസിങ് ദ സെയിം ഔട്ട്കം. ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എയിലും ബി രണ്ട് പ്ലേസസിലായിട്ട് ഞാൻ ഈ സെയിം സെറ്റപ്പ് വെച്ചിട്ട് ഇവിടുന്ന് ഔട്ട്കം കിട്ടി, ഇവിടുന്ന് ഔട്ട്കം കിട്ടി, പക്ഷേ അത് രണ്ടും എന്തായിരിക്കണം? ഐഡൻറ്റിക്കൽ ആയിരിക്കും, രണ്ടും ഈക്വൽ ആയിരിക്കണം. പക്ഷേ ഡിപ്പെൻഡിങ് അപ്പോൺ ദി എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, ഈ എ എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഇരിക്കുന്ന ഫിസിക്കൽ കണ്ടീഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂസ് ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാകും. സിമിലർലി ബി ഇരിക്കുന്ന സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്ത് അവിടുത്തെ വാല്യൂസിൽ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ കിട്ടുന്ന ഔട്ട്കമ്മിൽ ദർ ഇസ് എ റാൻഡംനെസ് അല്ലേ, അവിടെ അൺസർട്ടനിറ്റി ഉണ്ടാകുന്നില്ലേ. സോ ദീസ് എക്സ്പെരിമെൻറ്റ്സ് ആർ കോൾഡ് ആസ് റാൻഡം എക്സ്പെരിമെൻറ്റ്സ്. മനസ്സിലായോ? ആ എക്സ്പെരിമെൻറ്റ്സിലെ ഔട്ട്പുട്ടിൽ ഒരു റാൻഡംനെസ് ഉണ്ടാവുകയാണെങ്കിൽ വി ക്യാൻ കോൾ ദോസ് എക്സ്പെരിമെൻറ്റ്സ് ആസ് എന്താണ്? റാൻഡം എക്സ്പെരിമെൻറ്റ്. ഓക്കെ, റാൻഡം എക്സ്പെരിമെൻറ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ടോസിങ് എ കോയിൻ. നമ്മൾ നോർമലി പറയുന്നതാണ് ടോസിങ് എ കോയിനും ടോസിങ് എ ഡൈയും അല്ലേ. അപ്പോൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എത്ര ഔട്ട്കംസ് ആയിരിക്കും വരുന്നത്? ഞാൻ ഒറ്റ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ഐ എം ടോസിങ് എ കോയിൻ, അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ എനിക്കൊരു ഹെഡ് കിട്ടും അല്ലെങ്കിൽ ഒരു ടെയിൽ കിട്ടും. ഒരു ബയാസ്ഡ് കോയിൻ ആണ് എന്ന് വെച്ചാൽ ഹെഡ് അല്ലെങ്കിൽ ടെയിലേ വരത്തുള്ളൂ, നടുക്ക് നിൽക്കുന്നൊരു പോസിബിലിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ടോസിങ് എ കോയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്തായിരിക്കും? അവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട്സ് എന്തായിരിക്കും? നമ്മൾ അതിനെ ഒരു സാമ്പിൾ സ്പേസ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ ഇത് ഒമേഗ അല്ലെങ്കിൽ നമ്മൾ എസ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് എ സാമ്പിൾ സ്പേസ്. ഓക്കെ, ഇപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ നോക്കി നമുക്ക് എത്ര ഔട്ട്പുട്ട്സ് വരും? വിൽ ബി ഗെറ്റിംഗ് ഇതർ ഹെഡ് അല്ലെങ്കിൽ ഒരു ടെയിൽ. ഇതല്ലാതെ വേറൊരു പോസിബിലിറ്റി അവിടെ ഇല്ല. ഓക്കെ, സിമിലർലി ടോസിങ് നമ്മളൊരു ഡൈ ആണെങ്കിൽ എന്തൊക്കെ കിട്ടും? നമുക്ക് വാല്യൂസ് അല്ലേ, 1 2 3 4 5 6 അത്ര നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് കിട്ടും. ഇനിയിപ്പോൾ ഈ കേസ് എന്താണ്? വി ആർ ടോസിങ് എ സിംഗിൾ കോയിൻ. ഇപ്പം ടോസിങ് മൾട്ടിപ്പിൾ കോയിൻസ്, 2 കോയിൻസ് ടോസ് ചെയ്യുകയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ടോസിങ് 2 കോയിൻസ് ഞാൻ പറയാണ്. അവിടുത്തെ കേസിൽ എൻ്റെ സാമ്പിൾ സ്പേസ് എന്തൊക്കെയായിരിക്കും? 2 കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്യുമ്പോൾ ദേ ക്യാൻ ബി എ ഹെഡ് ഹെഡ് കണ്ടീഷൻ, ഹെഡ് ടെയിൽ, ടെയിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ടെയിൽ കണ്ടീഷൻ ആണല്ലോ. ഇപ്പോൾ ഇതാണ് 2 കേസുള്ള 2 സാമ്പിൾ സ്പേസ്. ഇനി ഇതിൻ്റെ പ്രോബബിലിറ്റി പറയാൻ പറ്റും. ഓക്കെ, സോ ഇവിടുത്തെ കേസ് ചെയ്യുന്നത് ഐ എം ടെല്ലിങ് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് എ ഹെഡ്. ഞാൻ ഒരു കോയിൻ ടോസ് ചെയ്തു, ആ സമയത്ത് എനിക്ക് ഹെഡ് ഒബ്റ്റെയിൻ ചെയ്യുന്ന നമ്മുടെ പ്രോബിലിറ്റി ഇങ്ങനെ പറയുന്നത് നമ്പർ ഓഫ് ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അല്ലേ. അപ്പോൾ ഈ സാമ്പിൾ സ്പേസ് നോക്കിയിട്ട് നമുക്ക് 2 ഔട്ട്കമേ ഉള്ളൂ. അതിൽ ഏത് ഔട്ട്കമിലാണ് ഹെഡ് വരുന്നത്? ഇതിലാണ് അല്ലേ. സോ വി സേ ദാറ്റ് നമ്പർ ഓഫ് ഔട്ട്കംസ് ഇസ് 1 ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് 2 ആണ്. സോ 1 ഡിവൈഡ് ബൈ 2 അല്ലേ. ഇവിടുത്തെ കേസിൽ പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് ടെയിൽ എന്ന് പറയുമ്പോഴും സെയിം അല്ലേ, എന്താണ്? വിൽ ബി ഈക്വൽ ടു 1/2 അല്ലേ. അപ്പോൾ ഈ കേസ് നോക്കിയേ, ഈ ഒരു പർട്ടിക്കുലർ ഈവൻറ്റിൽ അല്ലേ പ്രോബിലിറ്റി ഓഫ് ടോസിങ് 1 കോയിനിൽ എനിക്ക് കിട്ടിയ 2 പ്രോബിലിറ്റീസും 1/2 1/2 ആണ് അല്ലേ. പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് ഹെഡും പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് ടെയിലും രണ്ടും സെയിം ആണ്. സോ വി ക്യാൻ കോൾ ദിസ് ആസ് എ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ കേസ് നോക്കിയേ, ഇവിടുത്തെ കേസിൽ ഇപ്പം വി ക്യാൻ ഒബ്റ്റെയിൻ ദ പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് 2 ഹെഡ്സ്. അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് 2 ഹെഡ്സ് എന്ന് പറയുമ്പോൾ വിൽ ബി ഈക്വൽ ടു 1/4. ഇത് 1/4, ഇത് 1/4, ഇത് 1/4 ആയിരിക്കും. അപ്പോൾ ഈ 4 ഈവൻറ്റ്സും എന്താണ്? ഈക്വലി ലൈക്ലി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്പെരിമെൻറ്റിൻ്റെ കേസ് പറയുന്നത്. സോ ഈ സാമ്പിൾ സ്പേസ് എടുക്കുന്ന സമയത്ത് ഈ സാമ്പിൾ സ്പേസിൽ നമുക്ക് 2 ഔട്ട്കംസ് ഉണ്ട്, ഹെഡ് ആൻഡ് ടെയിൽ. ചില കേസസിൽ നമുക്ക് ഈ ഹെഡും ടെയിൽ എന്ന് പറയുന്ന 2 ഔട്ട്കമിൻ്റെ കറസ്പോണ്ടിങ് ന്യൂമറിക്കൽ വാല്യൂ എനിക്ക് വേണ്ടി വരും. ഇതിപ്പോൾ ഹെഡിനും ടെയിലിനും 2 വാല്യൂസ് അല്ലേ ഉള്ളത്, അത് ന്യൂമറിക്കൽ ആണോ? അല്ല. പക്ഷേ ഹെഡിനെയും ടെയിലെന്ന് പറയുന്ന 2 ഔട്ട്കമിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു റിയൽ നമ്പർ ഫോമിൽ എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണ്? സി, ഇപ്പോൾ ഇവിടുത്തെ കേസ് വന്നല്ലേ. സോ ദിസ് ഇസ് മൈ സാമ്പിൾ സ്പേസ് ആൻഡ് സി ദിസ് ഇസ് മൈ റിയൽ നമ്പർ ലൈൻ. ഓക്കെ, എൻ്റെ റിയൽ നമ്പർ ലൈനാണ് വരച്ചത്. അപ്പോൾ റിയൽ നമ്പർ ലൈൻസിൻ്റെ അകത്ത് കുറേ വാല്യൂസ് ഉണ്ട്, അതിലെല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കും. 0 1 2 3 4 അങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ഹെഡ് എന്ന് പറയുന്ന വാല്യൂ എടുത്ത് ഞാൻ നേരെ നോക്കി എൻ്റെ റിയൽ നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാണ്. എന്ന് വെച്ചാൽ ഈ ഹെഡിന് ഞാൻ ഒരു വാല്യൂ എടുക്കുകയാണ്, സപ്പോസ് 1 ആണ്. അതേപോലെ ഈ ടെയിൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? അതും എൻ്റെ റിയൽ നമ്പറിൽ പ്ലോട്ട് ചെയ്തിട്ട് സപ്പോസ് അതിനൊരു വാല്യൂ ഞാൻ 2 കൊടുത്തു. മനസ്സിലായോ? ഹെഡിനും ടെയിലിനും ഞാൻ 2 വാല്യൂസ് കൊടുത്തു.
അതായത് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഹെഡും ടെയിലിനെയും ഞാൻ എന്ത് ചെയ്തു, ഞാൻ മാപ്പ് ചെയ്ത് രണ്ട് ന്യൂമറിക്കൽ വാല്യൂസ് 1 and 2 ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഈ മാപ്പ് ചെയ്തില്ലേ, ഇതിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തില്ലേ, ആ മാപ്പിനാണ് ഞാൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ആ മാപ്പിംഗ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷനാണ്, ഞാൻ അതിനെ ക്യാപിറ്റൽ എക്സ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് മൈ റാൻഡം വേരിയബിൾ. സോ ബേസിക്കലി ബൈ ഡെഫിനിഷൻ വി ക്യാൻ ഡിഫൈൻ എക്സ് അല്ലെങ്കിൽ the random variable x as that particular mapping tool which will be mapping the different outcomes of an experiment to its corresponding real numbers in the real number line. മനസ്സിലായോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ റിയൽ നമ്പേഴ്സ് കൊടുക്കാൻ വേണ്ടി നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന മാപ്പിംഗ് ടൂളാണ് ഈ പറയുന്ന റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് എന്താണ് ഇതെന്താണ് എൻ്റെ സാമ്പിൾ സ്പേസ് അല്ലേ, അതിനെ എനിക്ക് ഡൊമൈൻ എന്നും പറയാം, ആൻഡ് ഇതിനെ എനിക്ക് എൻ്റെ റേഞ്ച് എന്നും പറയാം. ഡൊമൈൻ റേഞ്ച് തിയറി വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ വി ഹാവ് ആക്ച്വലി 2 different ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾ. നമുക്ക് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസും ഉണ്ട്, നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസും ഉണ്ട്. അതെങ്ങനെയാന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തല്ലേ, ഈ റേഞ്ച് എന്ന് പറയുന്നത്, ഈ റേഞ്ച് ക്യാൻ ബി ഫൈനൈറ്റ് അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ്. സോ whenever in the range limited ആണെങ്കിൽ ഐ വിൽ സേ ദാറ്റ് ദ റാൻഡം വേരിയബിൾ ഇസ് ഡിസ്ക്രീറ്റ് ഇൻ നേച്ചർ. അല്ലാത്ത കേസിൽ വി ഗോ ഫോർ കണ്ടിന്യൂസ്. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് അബൌട്ട് ദിസ് വൺ ആണ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ റാൻഡം വേരിയബിൾസ് എന്താണെന്ന്. ഇനി എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് കോൾഡ് ആസ് ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ നമുക്ക് ഡെഫിനിഷനായിട്ട് ആദ്യം പറഞ്ഞുതരാം എന്താണ്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു, റാൻഡം വേരിയബിൾ എക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഔട്ട്കംസിനെ മാപ്പ് ചെയ്ത് റിയൽ നമ്പറിലോട്ട് ആക്കിയല്ലേ, കൊടുത്തല്ലോ. ഇനി ഈ റിയൽ നമ്പർ ലൈനിലുള്ള പല പല വാല്യൂസ് ഞാനിപ്പോൾ ഇങ്ങനെ പറയാണ്, ദീസ് ആർ x1, x2, x3 എക്സെട്ര. ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ റിയൽ നമ്പറിലുള്ള ഈ ഓരോ വാല്യൂസിനും ഞാൻ ഓരോ പ്രോബബിലിറ്റി കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഞാൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. It is a rule, probability distribution is a rule in which we assign a probability value. അതിനെ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, P of capital X equal to small x എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റിയെ ഞാൻ ഈ റിയൽ നമ്പറിലുള്ള ഓരോ റിയൽ വാല്യൂസിനും അസൈൻ ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ അതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോർമലി റെപ്രസെൻറ്റഡ് ബൈ ഈ ഒരു ഫോം. അപ്പോൾ നോക്കിയാൽ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് എന്താണ്, എൻ്റെ റാൻഡം വേരിയബിൾ, എൻ്റെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് നോക്കി ഇവിടുത്തെ ഓരോ വാല്യൂസ് x1, x2, x3 അങ്ങനെ വരും. അപ്പോൾ എനിക്ക് P of x equal to xi എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ വാല്യൂ വിൽ ബി റേഞ്ചിങ് ഫ്രം 1, 2, 3 എക്സെട്ര അപ് ടു നമുക്കുള്ളത് വരെ. ഇതാണ് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ 2 ഔട്ട്കംസ് അല്ലേ വന്നത്, സപ്പോസ് നമുക്ക് 4 ഔട്ട്കം വരുന്നു. അതായത് ഫോർ ദ സാമ്പിൾ സ്പേസ് ഹെഡ് HT, TH ആൻഡ് TT. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടന്നു എന്ന് വെച്ചാൽ എൻ്റെ സാമ്പിൾ സ്പേസ് ഇത്രയും വാല്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കൊരു റിയൽ നമ്പർ ഉണ്ടാവും, റിയൽ നമ്പർ ലൈനിൽ ഞാൻ ഈ ഓരോ പെർട്ടിക്കുലർ ഔട്ട്കംസിന് ഓരോ വാല്യൂസ് കൊടുക്കണം. അപ്പോൾ ഹെഡിനെ ഞാൻ എന്ത് ചെയ്യണം, ഒരു വാല്യൂ കൊടുക്കണം, ടെയിലിനൊരു വാല്യൂ കൊടുക്കണം, ടെയിലൊരു വാല്യൂ കൊടുക്കണം, ഹെഡിനൊരു വാല്യൂ കൊടുക്കണം, അങ്ങനെ ആവണം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ എന്താ വേണ്ടത്, മാപ്പിംഗ് ടൂൾ. അതാണ് എൻ്റെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ. അപ്പം ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഐ എം കൺസിഡറിങ് ദാറ്റ് എക്സ് ഡിനോട്ട്സ് എൻ്റെ നമ്പർ ഓഫ് ഹെഡ്സ്. എക്സ് എന്ന് പറയുന്ന എൻ്റെ റാൻഡം വേരിയബിൾ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഷോസ് ദ നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പോൾ ഈ മാപ്പിംഗ് ടൂൾ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആണല്ലോ. സോ കൺസിഡർ ദി ഫസ്റ്റ് ഔട്ട്കം. ഇപ്പം നമുക്കിവിടെ ഫസ്റ്റ് ഔട്ട്കം എന്താണ്, ഹെഡാണ് അല്ലേ. അപ്പോൾ ഹെഡ് എന്ന് പറയുമ്പം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ എക്സ് എന്ന് പറയുന്ന പ്രോബിലിറ്റി, എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ അപ്ലൈ ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിലുള്ള നമ്പർ ഓഫ് ഹെഡ്സ് എത്രയാണ്, എക്സ് ഇൻഡിക്കേറ്റ്സ് നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പം ഈ ഔട്ട്കമ്മിലുള്ള നമ്പർ ഓഫ് ഹെഡ്സ് എത്രയാണ്, 2 ഹെഡ് അല്ലേ. അപ്പോൾ ദ വാല്യൂ വിൽ ബി 2 അല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ പ്ലോട്ട് ചെയ്ത് ഒരു വാല്യൂ 2 ആക്കി ഇടാണ്. മനസ്സിലായോ? വി ആർ അപ്ലൈയിങ് ദ സെയിം കണ്ടീഷൻ ഓവർ ടു ദിസ് കണ്ടീഷൻ, ഹെഡ് ടെയിൽ. അപ്പോൾ ഹെഡ് ടെയിൽ എന്ന് പറയുന്ന ഔട്ട്പുട്ടിൽ ഒരു ഹെഡ് ഉണ്ട്, ടെയിലുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് എത്രയാണ്, 1 ആണ്. അപ്പോൾ ഞാൻ ഇതിൽ ഹെഡ് ടെയിലിൽ എൻ്റെ എക്സ് എന്ന് പറയുന്ന എൻ്റെ റൂൾ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്, 1 ആണ്. സിമിലർലി ടെയിൽ ഹെഡിലും ഞാൻ എക്സ് എന്ന് പറഞ്ഞ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എഗെയിൻ വാല്യൂ 1 അല്ലേ. ആൻഡ് ലാസ്റ്റ് കണ്ടീഷനിലൊക്കെ ടെയിലിൽ എൻ്റെ എക്സ് എന്ന് പറഞ്ഞ കണ്ടീഷൻ അപ്ലൈ ചെയ്ത സമയത്ത് വാല്യൂ എത്രയായിരിക്കും, 0 അല്ലേ. കാരണം 0 നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. അപ്പോൾ അതിനെ നോക്കി എനിക്ക് 0 എന്നൊരു വാല്യൂ ആയിട്ട് പ്ലോട്ട് ചെയ്യാം.
അപ്പോൾ ഇവിടുത്തെ കേസ് നമ്മൾ എന്താ ചെയ്തേ, ഈ ഓരോ ഔട്ട്കംസിനെയും പ്ലോട്ട് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് റിയൽ നമ്പേഴ്സിൽ കൊടുത്തു ബേസ്ഡ് ഓൺ എ പർട്ടിക്കുലർ റൂൾ. ആ റൂൾ നമ്മളാണ് ഡിസൈൻ ചെയ്യുന്നത്. ആ റൂൾ എന്താ ചെയ്യുന്നത്? ഇറ്റ്സ് എ മാപ്പിംഗ് ടൂൾ വിച്ച് വിൽ ബി ട്രാൻസ്ഫോമിങ് ഫ്രം ദ ഡൊമൈൻ ടു ദി റേഞ്ച് അല്ലേ. ഇനി ഇവിടുത്തെ കേസിൽ നമ്മുടെ ഔട്ട്പുട്ട്സ് എത്രയൊക്കെയാണ് വന്നത്? നമുക്ക് 3 ഔട്ട്പുട്ട്സാണ് വന്നത് അല്ലേ. അപ്പോൾ ഈ വാല്യൂനെ സപ്പോസ് ചെയ്ത് x0 ദിസ് ഇസ് x1 ആൻഡ് x2 പറയുകയാണെങ്കിൽ എനിക്ക് 3 വാല്യൂസ് കിട്ടിയേ. അങ്ങനെയാണെങ്കിൽ ഇൻ ദിസ് കേസ് വി ക്യാൻ റെപ്രസെന്റ് ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതെന്താണ്? ഈ ഓരോ വാല്യൂസിനും ഇവിടെ കിട്ടിയ ഓരോ റിയൽ വാല്യൂസിനും ഞാൻ ഓരോ പ്രോബബിലിറ്റി വാല്യൂ അസൈൻ ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെയിം ഇക്വേഷൻ ആണ് P of x xi. ഓക്കെ, ഇവിടെ ഐയുടെ വാല്യൂസ് എത്ര വരെയാണ്? 0 1 2 അല്ലേ. ഐ വാല്യൂ റേഞ്ചസ് ഫ്രം 0 1 2. അങ്ങനെയാണെങ്കിൽ P of x equal to x0, P of x equal to x1, P of x equal to x2 കിട്ടും. അതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ്? P of x equal to x0 എന്ന് പറയുമ്പോൾ എന്താണ്? 0. സോ P of x equal to 0 ഒരു വാല്യൂ, P of x equal to 1 ഒരു വാല്യൂ ആൻഡ് P of x equal to 2 മൂന്നാമത്തെ വാല്യൂ. അങ്ങനെ 3 വാല്യൂസാണ് കിട്ടിയേ അല്ലല്ലോ. സോ P of x equal to 0 വരുന്ന എത്ര കേസസ് ഉണ്ട് ഇവിടെ അല്ലേ? ഏത് കേസ് മാത്രമാണ്? ഇവിടെ മാത്രമല്ലേ. അപ്പം ഈ കേസ് എന്തിനാണ് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ടെയിൽ വരുന്നതല്ലേ. അതായത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രോബബിലിറ്റി ഓഫ് ടെയിൽ എന്ന് പറയുന്ന കേസ്. ഓക്കെ, അതിൻ്റെ പ്രോബബിലിറ്റി വാല്യൂ എത്രയായിരിക്കും? നോക്കേ, ഇവിടുത്തെ കേസിൽ 4 ഈവൻസിൻ്റെ വാല്യൂ എത്രയാണ്? 1/5 1/4 സെയിം അല്ലേ. അപ്പോൾ ടി എന്ന് പറയുമ്പോൾ വാല്യൂ എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും? 1/4 അല്ലേ. ഓക്കെ, സിമിലർലി നെക്സ്റ്റ് കേസ് നോക്കിയാൽ പ്രോബബിലിറ്റി ഓഫ് x equal to 1 ഇവിടെ വരുന്ന ഏതൊക്കെ കേസിലാണ്? ഈ ഒരു കേസിൽ. ആക്ച്വലി 2 കേസിലല്ലേ. സോ ഇത് ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ ഹെഡ് ടെയിൽ ഈവൻറ്റിലും ടെയിൽ ഹെഡ് ഈവൻറ്റിലും. അപ്പോൾ 2 കേസാണ് വരുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് ഏതൊക്കെ വരും? ഹെഡ് ടെയിലും വരും, ടെയിൽ ഹെഡും വരും. അതായത് 2/4 അല്ലേ. നമ്പർ ഓഫ് ഔട്ട്കംസ് 2 ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇനി മൂന്നാമത്തെ കേസ് P of x equal to അതേതാണ്? ഒറ്റ കേസാണ്. ഏതിലാണ് വരുന്നത്? ഹെഡിലാണ് വരുന്നത്. സോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രോബബിലിറ്റി ഓഫ് ഹെഡ്. അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1/4. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? നമ്മൾ ഈ ഓരോ കിട്ടിയ ഈ റിയൽ നമ്പർ വാല്യൂസിനും ഓരോ കിട്ടിയ റിയൽ നമ്പർ വാല്യൂസിനും ഞാൻ ഓരോ പ്രോബബിലിറ്റി വാല്യൂ അസൈൻ ചെയ്തു. സോ ദാറ്റ് ഇസ് സംതിങ് കോൾഡ് ആസ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി 2 ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കും, ബൈനോമിയലും പോയിസണും. അപ്പോൾ അതിന് പഠിക്കുന്ന മുന്നേ ആയിട്ട് നമ്മളൊരു കാര്യം അറിയേണ്ടത് എന്താണ്? കുറച്ച് ബേസിക് പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി പഠിച്ച് അതിൻ്റെ പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് ആ സെക്ഷനിലോട്ട് പോകാം. സോ ഫസ്റ്റ് വൺ ആണ് PDF അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. സി സപ്പോസ് വി ഹാവ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഇസ് റെപ്രസെൻറ്റഡ് ബൈ f of x will be equal to P of capital X equal to xi. Okay, where I ranges from 1 to 3 etc. റിയൽ നമ്പറിലുള്ള ഓരോ വാല്യൂസ്. ഓക്കെ, ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, എങ്ങനെ ഒരു പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എഗെയിൻ ഫോർ സോൾവിങ് ദ പ്രോബ്ലംസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഈ പറയുന്ന ഫംഗ്ഷൻ ഇസ് എ പോസിറ്റീവ് നമ്പർ. ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഫോർ എവറി വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, സെക്കൻഡ് വൺ പറയുന്നത് ഈ പറയുന്ന പർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ സമ്മേഷൻ എടുക്കുകയാണ്. സമ്മേഷൻ ഓഫ് f of x അല്ലെങ്കിൽ സമ്മേഷൻ ഓഫ് f of x ഈക്വൽ ടു എന്താണ്? P of x equal to xi for all values of I ranging from 1 2 3 etc. up to n നമ്പർ വരെ. ഓക്കെ, അപ്പോൾ ഈ എല്ലാ PDFസിൻ്റെ സമ്മേഷൻ എടുക്കുകയാണെങ്കിൽ വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 ആണ് ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ, സിമിലർലി നെക്സ്റ്റ് വൺ ആണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ CDF എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ഇത് നോക്കിയേ, ഇത് നമ്മൾ ഇങ്ങനെയല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ കേസിൽ നമ്മൾ ക്യാപിറ്റൽ F of x കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, f of x എന്ന് പറയും വിച്ച് വിൽ ബി ഈക്വൽ ടു P of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു xi. ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ CDFനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സമ്മേഷൻ ഫോമിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ഈക്വൽ ടു നമുക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലേ? വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ഓൾ ദ വാല്യൂസ് ഓഫ് P x equal to xi ഫോർ ദ വാല്യൂസ് ഓഫ് xi ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സോ ദിസ് ഇസ് അബൌട്ട് CDF ആൻഡ് ഇതിൻ്റെയും കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ f of x ൻ്റെ വാല്യൂസ് റേഞ്ചിങ് ബിറ്റ്വീൻ 0 ആൻഡ് 1. 0 ലെസ് ദാൻ ഈക്വൽ ടു f of x ലെസ് ദാൻ ഈക്വൽ ടു 1. Okay, and the value of f of infinity will be equal to 1 and f of minus infinity will be equal to 0. Okay, അതേപോലെ മൂന്നാമത് പറയുന്നതാണ്. സോ ഇവിടുത്തെ കേസിൽ നമ്മൾ P of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു xi അല്ലേ പറഞ്ഞേ, വേർ xi വാസ് മൈ റിയൽ നമ്പർ.
Suppose I'm taking two numbers, A and B എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സിനെ എടുക്കുകയാണ്. Okay, so A and B are my two real numbers. Okay, A and B. അങ്ങനെയാണെങ്കിൽ സി ഇവിടെ നമ്മൾ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയി പറഞ്ഞ പോലെ നമ്മുടെ രണ്ട് ലിമിറ്റ് ഇതാണ്. അപ്പോൾ അതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ, ഇപ്പം ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലേ? സപ്പോസ് ഇതിന് വരെ എ ആണെങ്കിൽ ഇത് എന്ത് കിട്ടും? എഫ് ഓഫ് എ. പി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എ ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് കിട്ടി. സിമിലർലി ഇതിനെ എങ്ങനെ എഫ് ഓഫ് ഫോമിൽ എഴുതാൻ പറ്റും? സോ ദിസ് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. മനസ്സിലായി? ഇങ്ങനെയാണ് നമ്മൾ രണ്ട് റേഞ്ച് ഓഫ് റിയൽ വാല്യൂസ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് എ കേസ് വെൻ വി ഹാവ് എ സിംഗിൾ റിയൽ നമ്പർ. Okay, now moving on to the third one, which is called as the expectation. Okay, expectation the formula എന്ന് പറയുന്നത് see we denote it as mu x. Okay, അല്ലെങ്കിൽ e of x എന്നും പറയാം. അപ്പോൾ ഇതാണ് expectation പറയുന്നത്. Okay, expectation പറയുന്നത് by the formula see summation xi into f of x. ഇതെന്താണ്? എൻ്റെ PDF. So xi multiplied by f of x ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് ആ സമ്മേഷൻ്റെ വാല്യൂ ആണ് expectation എന്ന് പറയുന്നത്. Okay, for the I values ranging from 1 to 3 etc. up to n. അല്ലെങ്കിൽ we can say that okay, ഇങ്ങനെ ലിമിറ്റ് പറയാനുണ്ട്. See what is this xi? xi എന്ന് പറയാൻ suppose we have a set. See നമുക്കൊരു സാമ്പിൾ സ്പേസ് ഉണ്ട്. ആ സാമ്പിൾ സ്പേസിന് ഞാൻ x എന്ന് പറയാണ്. ഓക്കെ, ഒരു സാമ്പിൾ സ്പേസ് ഉണ്ട്, അതിനകത്ത് കുറേ വാല്യൂസ് x1 x2 etc. up to xi വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്ന എല്ലാ xi വാല്യൂസ് ഷുഡ് ബി an element of the set sx എന്ന് പറഞ്ഞുകൂടെ എനിക്ക്? ആണല്ലോ, എൻ്റെ സാമ്പിൾ സ്പേസിൻ്റെ അകത്തുള്ള എല്ലാ വാല്യൂസും ആയിരിക്കണം, ആ വാല്യൂസ് മാത്രമേ എനിക്ക് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ ഫോർമുല ഫോർ എക്സ്പെക്ടേഷൻ. ഓക്കെ, സി ഡി എഫിൻ്റെ എന്തായിരുന്നു? ഇതായിരുന്നു. ഓക്കെ, ഇനി എക്സ്പെക്ടേഷൻ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് നമ്മളത് എൻകൗണ്ടർ ചെയ്യും ചില സമയത്ത്. ഫോർ എക്സാമ്പിൾ കോൺസ്റ്റന്റ് എന്താണ്? 2 എന്ന് പറഞ്ഞൂടെ അല്ലേ? സോ എക്സ്പെക്ടേഷൻ ഓഫ് 2 എന്ന് പറയുമ്പോൾ വിൽ ബി ഈക്വൽ ടു ആ കോൺസ്റ്റന്റ് ഓൾവേസ്. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഇസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. സെക്കൻഡ് കേസിൽ ഇപ്പം നമുക്ക് ഇങ്ങനെ വരികയാണ്, ഇതിപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നല്ലേ കിടക്കുന്നത്. സപ്പോസ് ഈ ഒരു ഫോമുല എടുക്കുകയാണ്, എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി വൈ ഫോമുല വെർ എ ആൻഡ് ബി ആർ മൈ റാൻഡം വേരിയബിൾസ്. നമ്മുടെ എക്സും വൈയും ആണ് എൻ്റെ റാൻഡം വേരിയബിൾസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന പറയുമ്പം ആദ്യം നോക്കി എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് ബി വൈ എന്ന് എഴുതും. എന്നിട്ട് എയും ബിയും കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ എനെ പുറത്തുകൊണ്ട് വരാം ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ഇവിടെയും ബി കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് എക്സ്പെക്ടേഷൻ്റെ എക്സ്പാൻഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, സിമിലർലി നമുക്ക് എന്തും പറയാൻ പറ്റും? വേരിയൻസും പറയാൻ പറ്റും. ഓക്കെ, വേരിയൻസ് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് യൂസിങ് സിഗ്മ സ്ക്വയർ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാൻ പറ്റും വേരിയൻസ് ഓഫ് ദ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് വിൽ ബി ഗിവൺ ബൈ ദി ഫോർമുല expectation of x square minus expectation of x the whole square. ഇതാണ് ഫോർമുല പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ഫോർമുല ഫോർ വേരിയൻസ്. അപ്പോൾ ഇതിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇതല്ലേ? അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്, അത്രേ ഉള്ള ഫോർമുല. അത് കമ്പ്യൂട്ട് ചെയ്യുക, മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. യു വിൽ ബി ഗെറ്റിംഗ് ദ വേരിയൻസ്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ സി ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് എന്താണ്? കോൺസ്റ്റന്റ് തന്നെയല്ലേ? ഇവിടെ വേരിയൻസ് ഓഫ് എ കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 ആണ്, എപ്പോഴും 0 ആണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് കേസ് എന്ന് പറയുമ്പം വേരിയൻസ് ഓഫ് ഒരു കോൺസ്റ്റന്റ്, സപ്പോസ് ഞാൻ സി എന്ന് പറയാണ് അല്ലെങ്കിൽ എ എന്ന് പറയാണ്, എ ഇൻറ്റു ദ റാൻഡം വേരിയബിൾ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേരിയൻസ് വിൽ ബി ഈക്വൽ ടു, അത് ഫോർമുലയാണ് ഏത്? ഓക്കെ, നമ്മൾ ഈ കോൺസ്റ്റന്റ് എന്താണോ ആ കോൺസ്റ്റന്റ് സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ ദ വേരിയൻസ് ഓഫ് എക്സ്. മനസ്സിലായോ? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആ കോൺസ്റ്റന്റ് സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് യുവർ വേരിയൻസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അടുത്തത് നോക്കാം. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, അതായത് PDF തന്നെയാണ്. ഓക്കെ, ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഇസ് ഗിവൺ ബൈ പി ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന PDF എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, ഫോർ ദ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എക്സ് ആസ് 1, 2 and 3. സോ വി ഹാവ് ടു ഫൈൻഡ് കെ പി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2, ഇ ഓഫ് എക്സ് ആൻഡ് വി ഓഫ് 1 - x.
ഓക്കെ, നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം, അൺനോൺ. ഓക്കെ, രണ്ടാമത് അവർ ചോദിച്ചിരിക്കുന്നതാണ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഇക്വൽ ടു 2. പി ഓഫ് എക്സ് ലെസ് ദാൻ ഇക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് അത്? CDF ആണ്. CDF കാൽക്കുലേറ്റ് ചെയ്യണം, എക്സ്പെക്ടേഷൻ ആൻഡ് വേരിയൻസ്. ചുമ്മാ വേരിയൻസ് അല്ല, വേരിയൻസ് ഓഫ് 1 - x. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള 7 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ, അൺനോൺ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? പി ഓഫ് എക്സ് ഇസ് ദ ഫംഗ്ഷൻ ഗിവൻ ആസ് കെ എക്സ് അല്ലേ. നമുക്ക് ആദ്യം ഒരു ടേബിൾ പോലെ വരയ്ക്കാം. ഓക്കെ, സി ഇതാണ് എൻ്റെ എക്സ് വാല്യൂസ് ആൻഡ് ദീസ് ആർ മൈ പി ഓഫ് എക്സ് വാല്യൂസ്. നമുക്ക് എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയുണ്ട്? 1, 2 and 3 ആണല്ലോ. സി ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ എക്സിൻ്റെ വാല്യൂ 1 ഇടുന്ന സമയത്ത് പി ഓഫ് എക്സ് ഇക്വൽ ടു എന്താണ്? കെ ആണ്. എക്സിൻ്റെ വാല്യൂ 2 ആവുന്ന സമയത്ത് 2k, എക്സിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ 3k. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേറ്റ ടേബിൾ. സി അപ്പോൾ എക്സും കറസ്പോണ്ടിങ് PDFs നമുക്കുണ്ട്. ഇനി എന്ത് ചെയ്യുക? വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഫോർ കെ. അപ്പോൾ നമ്മൾ PDF നമ്മൾ പഠിച്ച സമയത്ത് PDF ആണ് തന്നിരിക്കുന്നത്. PDFൻ്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? സം ഓഫ് ഓൾ ദി എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ സം ഓഫ് ഓൾ ദി പി ഓഫ് എക്സ് ഈക്വൾ ടു എന്താണ്? 1 അല്ലേ. എക്സ് ഈക്വൾ ടു എക്സ് ഈക്വൾ ടു 1 ആണ്. അതിവിടെ അപ്ലൈ ചെയ്താൽ പോരെ. അതായത് സം ഓഫ് ഓൾ ദി PDFs ഈക്വൾ ടു 1. ഇവിടെ നമുക്ക് PDFs ഏതൊക്കെയാണ്? k, 2k, 3k. അതായത് സി നമ്മൾ എന്ത് ചെയ്യണം? ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് സം ഓഫ് പി ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് അല്ലേ. പി ഓഫ് എക്സ് ഈക്വൾ ടു x0, ഓക്കെ, x0 അല്ലെങ്കിൽ x1 ഇടാം, പ്ലസ് പി ഓഫ് എക്സ് ഈക്വൾ ടു x2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൾ ടു x3. അങ്ങനെയല്ല ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ 1 തൊട്ട് 3 വരെ ഇടുന്ന സമയത്ത് അല്ലേ. ഇനി x1 എന്താണ്? 1 അല്ലേ. x1 എന്ന് പറയുന്നത് 1 ആണ്, x2 എന്ന് പറയുന്നത് 2 ആണ്, ആൻഡ് x3 എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, സോ വാട്ട് ഇസ് പി ഓഫ് എക്സ് ഈക്വൾ ടു 1 അല്ലേ. വാട്ട് ഇസ് ഇതാണ് പി ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് എന്ന് പറയുന്നത്. ദിസ് ഇസ് പി ഓഫ് എക്സ് ഈക്വൾ ടു 1, പി ഓഫ് എക്സ് ഈക്വൾ ടു 2, പി ഓഫ് എക്സ് ഈക്വൾ ടു 3. അതായത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? സോ ദിസ് വിൽ ബി ഈക്വൽ ടു k പ്ലസ് 2k പ്ലസ് 3k എന്നല്ലേ കിട്ടും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ അൺനോൺ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഫൈൻഡ് ദി സമ്മേഷൻ ഓഫ് ഓൾ ദി PDFs യൂസിങ് ദിസ് ഫോർമുല. മനസ്സിലായല്ലോ. അപ്പോൾ k പ്ലസ് 2k എന്ന് പറയുമ്പോൾ 3k, 3k പ്ലസ് 3k എന്ന് പറയുമ്പോൾ 6k. സോ 6k ഈക്വൽ ടു എന്താണ്? ബൈ ഫോർമുല 1. അപ്പം അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എത്രയാണ്? k ഈക്വൽ ടു 1/6 ആണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് വൺ. ഓക്കെ, സോ സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഫൈൻഡ് പി ഓഫ് എക്സ് ലെസ് ദൻ ഓർ ഈക്വൽ ടു 2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ CDFൻ്റെ എക്സ്പാൻഷൻ നമ്മൾ എങ്ങനെ പറഞ്ഞത്? ദിസ് വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു xi ഫോർ ഓൾ ദ വാല്യൂസ് ഓഫ് i റേഞ്ചിങ് ഫ്രം 1 to 3 വരെ. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? ആദ്യം പി ഓഫ് എക്സ് ഈക്വൽ ടു x1 എന്ന് പറയുമ്പോൾ എന്താണ്? വാല്യൂ 1 അല്ലേ. അല്ല, x1ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് അടുത്ത ഐയുടെ വാല്യൂ എത്രയാണ്? ഫോർ ഐയുടെ വാല്യൂ റേഞ്ചിങ് ഫ്രം, അതിലാണ് ശ്രദ്ധിക്കേണ്ടത്, 1 2 എക്സെട്ര അപ് ചെയ്ത് വരാണ്. എക്സ് ലെസ് ദൻ ഈക്വൽ ടു 2 അല്ലേ. അപ്പോൾ 1 ഉം 2 മാത്രമേ വരുള്ളൂ, 3 വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? പി ഓഫ് എക്സ് ഈക്വൽ ടു x1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു x2. x1ൻ്റെ വാല്യൂ എത്രയാണ്? 1. x2യുടെ വാല്യൂ എത്രയാണ്? 2. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു x1 ഇത്, എക്സ് ഈക്വൽ ടു x2 ഇത്, k പ്ലസ് 2k, k പ്ലസ് 2k ഈക്വൽ ടു 3k. കെയുടെ വാല്യൂ എത്രയാണ്? 1/6. 3/6 ഈക്വൽ ടു 1/2 ആണ് പി ഓഫ് എക്സ് ലെസ് ദൻ ഈക്വൽ ടു 2യുടെ വാല്യൂ. ഓക്കെ, ഇനി മൂന്നാമത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇ ഓഫ് എക്സ്. ഓക്കെ, തേർഡ് ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഫൈൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. പി ഓഫ് എക്സിൻ്റെ ഫോമിൽ നമ്മൾ എങ്ങനെ പറഞ്ഞത്? സമ്മേഷൻ ഓഫ് xi ഇൻറ്റു പി ഓഫ് എക്സ്, എക്സ് ഈക്വൽ ടു xi അല്ലേ. ഇതായിരുന്നല്ലേ ഫോമുല എന്ന് പറയുമ്പോൾ ഫോർ ഓൾ ദ വാല്യൂസ് ഓഫ് i റേഞ്ചിങ് ഫ്രം 1 to 3 വരെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആദ്യം x1 ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് x2 ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് x3 ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു 3 ഇങ്ങനെ വരേണ്ടത്. ഇനി നോക്കി x1ൻ്റെ വാല്യൂ എത്രയാണ്? 1 ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇൻറ്റു k, 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3 ഇൻറ്റു 3k അങ്ങനെയല്ല വരേണ്ടത്. സോ ഇറ്റ് ബി ഈക്വൽ ടു 1 ഇൻറ്റു k എന്ന് പറയുമ്പോൾ k പ്ലസ് 2 ഇൻറ്റു 2k എന്ന് പറയുമ്പോൾ 4k പ്ലസ് 3 ഇൻറ്റു 3k എന്ന് പറയുമ്പോൾ 9k. ഓക്കെ, സോ 4 പ്ലസ് 1 പ്ലസ് 4 5 പ്ലസ് 9 14k will be equal to 14/6 equal to 7 divided by 3.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തിൻ്റെ വാല്യൂ, എക്സ്പെക്ടേഷൻ്റെ വാല്യൂ. ഇനി നമ്മൾ നാലാമത് കണ്ടുപിടിക്കേണ്ടത്, സോ ഇ ഓഫ് എക്സും കഴിഞ്ഞു. ഇനി എന്താണ് വേരിയൻസ് ഓഫ് 1 മൈനസ് എക്സ്. അപ്പം നമുക്ക് വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഫോർമുല അറിയാം, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. സോ വാട്ട് ഇസ് വേരിയൻസ് ഓഫ് 1 മൈനസ് എക്സ്? നമ്മൾ വേരിയൻസ് പഠിച്ചപ്പോൾ അവിടെ പഠിച്ചൊരു പ്രോപ്പർട്ടി, അതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, വേരിയൻസ് ഓഫ് 1 മൈനസ് എക്സ് ഇത് കിടക്കുന്ന എന്ത് ഫോർമുലാണ് നമ്മൾ പഠിച്ചു? ഇത് ആക്ച്വലി കിടക്കുന്നത് വി ഓഫ് എ എക്സ് മൈനസ് ബി ഫോർമുല അല്ലേ, ആണല്ലോ, ഈ ഫോർമുലാണ് കിടക്കുന്നത്. സോ വെന്നെവർ എ എക്സ് പ്ലസ് ബി എന്ന് കിടക്കട്ടെ, ആ ഒരു ഫോർമുല കിടക്കാണ്. ഇത് ഫോർമുലയാണ്, നമ്മൾ അവിടെ പഠിക്കാത്തൊരു ഫോർമുലയാണ്, നോക്കിയോണം. സോ വി ഓഫ് എ എക്സ് പ്ലസ് ബി വിൽ ബി ഈക്വൽ ടു ഓൾവേസ് എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ ഫോർമുല വരുന്നത്, അതാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമുല കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യാണ്. സോ വി ഓഫ് മൈനസ് എക്സ് പ്ലസ് 1 ഫോർമുല അല്ലേ വരേണ്ടത്, ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത സമയത്ത്. അല്ലെങ്കിൽ ഇതും സിമിലർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എൻ്റെ എയുടെ വാല്യൂ എത്രയാണ്, -1 അല്ലേ. സോ എ ഈക്വൽ ടു -1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് 1 മൈനസ് എക്സ് വിൽ ബി ഈക്വൽ ടു എന്താണ്, ഈ ഫോർമുല വെച്ചിട്ട് എ സ്ക്വയർ, അതായത് -1 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്നാണ് വരേണ്ടത്. -1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു വി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഫൈൻ വി ഓഫ് എക്സ്, അതായത് വേരിയൻസ് ഓഫ് 1 മൈനസ് എക്സ് ഈക്വൽ ടു എന്താണ് വരുന്നത്, വി ഓഫ് എക്സ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി, വി ഹാവ് ടു ജസ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഫോർ വി ഓഫ് എക്സ്. ഓക്കെ, വി ഓഫ് എക്സിൻ്റെ ഫോർമുല എങ്ങനെ വരുന്നത്, വി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഫോർമുല ഇസ് ലൈക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയറാണ് വരുന്നത്. അപ്പോൾ ഇ ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് അറിയാം 7/3 ആണെന്ന് അല്ല, ഇപ്പോൾ ഈ വാല്യൂ അറിയാം. സോ വി നീഡ് ടു കമ്പ്യൂട്ട് ദ വാല്യൂ ഫോർ ഇ ഓഫ് എക്സ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എങ്ങനെയായിരിക്കും, സമ്മേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഐ. അതായത് നമ്മളിത് ഇവിടെ ചെയ്തില്ലേ, ഈ സെയിം ഫോർമുലയിൽ x1 പകരം x1 സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു 1, x2 പകരം x2 സ്ക്വയർ, x3 പകരം x3 സ്ക്വയർ, അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ x1 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, 1 സ്ക്വയർ ഇൻറ്റു കെ, 1 സ്ക്വയർ ഇൻറ്റു കെ എന്ന് പറയുമ്പോൾ കെ, പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 2k എന്ന് പറയുമ്പോൾ 8k, പ്ലസ് അടുത്ത് ഇവിടെ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 3s are 27k, ആഡ് ചെയ്യുമ്പോൾ 36k എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 36 ഡിവൈഡ് ബൈ 6, k ഡിവൈഡ് 6 അല്ലേ, വിൽ ബി ഈക്വൽ ടു എന്താ 6 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ഇ ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വേരിയൻസ് വി ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, 6 മൈനസ് 7/3 ദ ഹോൾ സ്ക്വയർ. നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ 6 മൈനസ് 49/9 ഈക്വൽ ടു 54 മൈനസ് 49 ഡിവൈഡ് ബൈ 9 ഈക്വൽ ടു 5/9 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് യുവർ വാല്യൂ ഫോർ വി ഓഫ് 1 മൈനസ് എക്സ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. വിൽ ബി ഗെറ്റിംഗ് 7 മാർക്സ്. ഓക്കെ, ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതേപോലത്തെ 2 ടൈപ്പ് പ്രോബ്ലങ്ങൾ ചെയ്യും. ഓക്കെ, എന്നിട്ട് വിൽ മൂവ് ഓൺ ടു ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതിൽ ഫസ്റ്റ് വൺ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മീൻ ആൻഡ് വേരിയൻസ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ.